ഇങ്ങോട്ട് വരി. ഇതാണ് ഇപ്പം നമ്മളെ പ്ലോട്ടിനകത്തുള്ള പോപ്പര കേട്ടോ. അത്യാവശ്യം വലിയ പോപ്പര തന്നെയാണ്. ഷീറ്റെല്ലാം കുറേ ഇടാൻ സൗകര്യത്തിനുള്ള വലിയ പോപ്പര തന്നെയാണ്. അതായത് ഷീറ്റ് അടിച്ചിട്ട് പുകയിടാൻ വേണ്ടിയിട്ട് വേറെ എവിടെ നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, എവിടേക്കും പോകണ്ട. അതെ, ഇനി ഇങ്ങോട്ട് വരി. നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിനുള്ള മെഷീൻ പേരയും കൂടി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവിടെയാണ്, ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെയാണ് മെഷീൻ പേരെല്ലാം ഉള്ളത്. ഇതാ ഈ സൈഡിലാണ് മെഷീൻ പേരെല്ലാം ഉള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിന് മോട്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഷീറ്റ് അടിക്കാനൊക്കെ സുഖമാണ്. പിന്നെ പശുവിനൊക്കെ വളർത്താനൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കണ പശുത്തൊഴുത്തും കൂടി. ഒരുപാട് ആൾക്കാർ ഇതേപോലെ കൃഷി പശുത്തൊഴുത്ത് എന്താ പറയുക, പശുവിനെ വളർത്താനും ആടിനെ വളർത്താനൊക്കെ ഒരുപാട് ആൾക്കാർ സ്ഥലങ്ങൾ ചോദിക്കലുണ്ട്. പിന്നെ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് സ്ഥലം തന്നെയാണ് അല്ലേ? ഒരു 4-5 പശുവിനൊക്കെ വളർത്താൻ അത്രയുള്ള സൗകര്യമുള്ള പശുത്തൊഴുത്ത് തന്നെയാണ് ഉണ്ടത്. ഇനി ഇങ്ങോട്ട് വരി. നമ്മൾ പറമ്പ് എന്ന് പറഞ്ഞാൽ നല്ല മണ്ണുള്ള സ്ഥലമാണ്. ഇങ്ങോട്ട് വരി, ഞാൻ കാണിച്ചു തരാം. നല്ല തെളിവ് കാണിച്ചു തരാം. നല്ല വളക്കൂറുള്ള മണ്ണാണ്. ഇത് നോക്കിയാണ്, ഈ വാഴകൾ നോക്കിയാണ് നല്ല രീതിക്ക് ഉണ്ടായത് കണ്ട്. എന്ത് സാധനം കൊണ്ടേട്ട് വലിച്ചെറിഞ്ഞാൽ മതി, നട്ടില്ലേലും നല്ല രീതിക്ക് തഴച്ച് വളർന്നുണ്ടാകുകയും ചെയ്യുന്ന. കഷ്ടപ്പെടാൻ കുറച്ചും കൂടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ പൊന്നു വിളയിക്കാൻ കിട്ടും. അതായത് മണ്ണിൽ പണിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മണ്ണിൽ ഈ മണ്ണുങ്ങളെ ചതിക്കില്ല, പൊന്നു വിളയിക്കാൻ. ഇങ്ങോട്ട് വരിഞ്ഞ് ഇനി അടുത്ത സംഭവം കാണിച്ചാൽ നമുക്ക് നമ്മുടെ പറമ്പിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് 2 കിണറാണുള്ളത്. ഒന്ന് ഇതാക്കണേ ഇവിടെയാണുള്ളത്. ഇതിപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ. വേറൊരു കിണറും കൂടി ഉണ്ട്. ഇതാക്കണേ, ഇത് ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട് കുറച്ചായിട്ടോ. ഉപയോഗിക്കുന്നൊന്നുമില്ല, വെള്ളം ഇഷ്ടം പോലെ ഉള്ളതാണ്. ഉണ്ടോ, വെള്ളമുണ്ട്. വെള്ളം കഷ്ടമായിരിക്കാണ്. ഇപ്പം നിലവിൽ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമതൊരു കിണർ വരുന്നത് ഇവിടെ താഴെയാണുള്ളത്. അതിനകത്തും വെള്ളമുള്ളതാണ്. ഇനി പറമ്പ് നനയ്ക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലോ, അങ്ങനെ കൃഷി ആവശ്യത്തിനോ ഫാമൊക്കെ തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിലോ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പറമ്പ് ഫുള്ള് നല്ല പച്ച. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏലത്തിന് പറ്റും. അതുപോലെ തന്നെ കാപ്പി വളർത്താനൊക്കെ, കാപ്പിയൊക്കെ നട്ട് വളർത്താനൊക്കെ പറ്റുന്ന നല്ല ഫലഭൂയിഷ്ടമായുള്ള മണ്ണുള്ള, നല്ല അതിന് അനുയോജ്യമായുള്ള മണ്ണും കൂടിയാണ്. എന്ത് സാധനം കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞാൽ ഉണ്ടാകും. അതിനുള്ള തെളിവാണ് ഈ പച്ചപ്പ് കണ്ടില്ല ഞങ്ങള്. ഏലം അല്ലത്. അതെ, ഇപ്പൊ വെള്ളം കിട്ടാത്ത ഏരിയൊക്കെ ആണെങ്കിൽ ഫുള്ള് കരിഞ്ഞുണങ്ങി കിടക്കും. ഇതിപ്പോ അങ്ങനത്തെ ഒരു വിഷയം നോക്കിയാണ്. ഇനി നമുക്ക് അടുത്ത കാണിച്ചു കൊടുക്കേണ്ട കവുങ്ങുകളാണ്. കവുങ്ങുകൾ കാണിച്ചു കൊടുക്കാണ്ട് നമുക്ക് പോയിട്ട് നമുക്ക് ഓരോന്നായിട്ട് കാണിച്ചു കൊടുക്കാം. അതിന് മുന്നേ താക്കുന്നത് ഇതേപോലെ ഏകദേശം 10-30ഓളം തെങ്ങും തൈകളും കൂടി നട്ടിട്ടുണ്ട് നമ്മളെ പറമ്പിനകത്ത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി സംഭവങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പോയിട്ട് കാണാം. ബാ.